നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. ദുബായ് പബ്ലിക് ബസ്സുകൾക്കും ടാക്സികൾക്കും സഞ്ചരിക്കാൻ മാത്രമായി പുതിയ പാതകൾ. 6 പാതകൾ കൂടി തുറക്കുന്നത് നിലവിലുള്ള റോഡുകൾക്ക് പുറമേയെന്ന് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മാല മോഷ്ടിച്ചെന്ന പരാതിയിൽ വീട്ടുജോലിക്കാരിയായ ദളിത് യുവതിക്ക് തിരുവനന്തപുരം പേരൂർക്കട പോലീസിൽ നിന്നും നേരിട്ടത് കൊടും ക്രൂരത. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടും പരിഗണിച്ചില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആവശ്യപ്പെട്ടത് കോടതിയെ സമീപിക്കാനെന്ന് പരാതിക്കാരി. വിവാദമായതിനു പിന്നാലെ SIക്ക് സസ്പെൻഷൻ. കണ്ടോൺമെന്റ് SP-യും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മലപ്പുറം കൂരിയാട് നിർമ്മാണം നടക്കുന്ന 6 വരി ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു. ഓടിക്കൊണ്ടിരുന്ന 2 കാറുകളുടെ മുകളിലേക്ക് മണ്ണും കോൺക്രീറ്റ് കട്ടകളും പതിച്ചു. ഒഴിവായത് വൻ ദുരന്തം. ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശം നൽകി സുപ്രീം കോടതി. കേരളത്തിലെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉറപ്പാക്കണം. അറ്റകുറ്റപ്പണിക്ക് കേരളം തടസ്സം നിൽക്കുന്നുവെന്ന് തമിഴ്നാട്. രാഷ്ട്രീയം വേണ്ടെന്ന് സുപ്രീം കോടതി. കോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്. ലോകത്തിലെ എല്ലാ അഭയാർത്ഥികൾക്കും അഭയം നൽകാൻ ഇന്ത്യ ധർമ്മശാലയല്ലെന്ന് സുപ്രീം കോടതി. ഇന്ത്യയിൽ അഭയാർത്ഥിത്വം നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രീലങ്കയിൽ നിന്നുമുള്ള തമിഴ് പൗരൻ നൽകിയ ഹർജി തള്ളി. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശിലെ BJP മന്ത്രി നടത്തിയ വിദ്വേഷ പരാമർശത്തിലെ അന്വേഷണത്തിന് സുപ്രീം കോടതി പ്രത്യേക സംഘം രൂപീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സൈന്യം. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. ദുബായിൽ പബ്ലിക് ബസ്സുകൾക്കും ടാക്സികൾക്കും സഞ്ചരിക്കാൻ മാത്രമായി പുതിയ പാതകൾ വരുന്നു. നിലവിലുള്ള ഇത്തരം റോഡുകൾക്ക് പുറമെയാണ് 13 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പുതിയ 6 പാതകൾ കൂടി തുറക്കുന്നതെന്ന് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. മെട്രോ, ബസ്, ടാക്സി, ട്രാം തുടങ്ങിയ ദുബായിലെ പൊതുഗതാഗത സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണത്തിൽ വർഷം തോറും ഗണ്യമായ വർധനവ് ഉണ്ടാകുന്നുണ്ട്. ബസ്സുകൾക്കും ടാക്സികൾക്കുമുള്ള പ്രത്യേക പാതകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ യാത്രാ ദൈർഘ്യം 41% വരെ കുറയുമെന്നാണ് വിലയിരുത്തുന്നത്. നിലവിലുള്ളവ ഉൾപ്പെടെ ബസ്സുകൾക്കും ടാക്സികൾക്കും വേണ്ടി മാത്രം ദുബായിൽ ഉടനീളമുള്ള പാതകളുടെ ആകെ നീളം ഇതോടെ 20 കിലോമീറ്റർ ആകും. പ്രധാന ഇടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മെട്രോ സർവീസ് ഉണ്ടെങ്കിലും ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് ബസ്സുകളും ടാക്സികളും തന്നെയാണ് ആശ്രയം. നിലവിൽ ദുബായിലെ 88% നഗരപ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ബസ് സർവീസ് ഉണ്ടെന്നും ദുബായ് RTA വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം പബ്ലിക് ബസ്സുകളിൽ 18.5 കോടിയിലേറെ പേർ യാത്ര ചെയ്തുവെന്നാണ് കണക്ക്. 187 റൂട്ടുകളിലായി 1390 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. പരിസ്ഥിതി സൗഹൃദമായതും പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും കയറാനാവുന്നവയുമാണ് ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ. അമൃത ന്യൂസ്, ദുബായ്. ദുബായിൽ നടന്ന ലോക പോലീസ് ഉച്ചകോടിയിൽ ഹൈദരാബാദ് പോലീസ് വകുപ്പിന് അവാർഡ്. എക്സലൻസ് ഇൻ ആന്റി നർക്കോട്ടിക്സ് അവാർഡാണ് ഹൈദരാബാദ് പോലീസിന് ലഭിച്ചത്. ഈ മാസം 13 മുതൽ 15 വരെയാണ് ലോക പോലീസ് ഉച്ചകോടി ദുബായിൽ നടന്നത്. ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ CV ആനന്ദ്, ദുബായ് പോലീസ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ലഹരി മരുന്ന് കച്ചവടവും ഉപയോഗവും തടയുന്നതിന് സ്വീകരിച്ച നടപടികളാണ് ഹൈദരാബാദ് നാർക്കോട്ടിക്സ് എൻഫോഴ്സ്മെന്റ് വിങ്ങിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 138 രാജ്യങ്ങളുടെ പ്രാതിനിധ്യമുണ്ടായിരുന്ന ലോക പോലീസ് ഉച്ചകോടിയിൽ 11 വിഭാഗങ്ങളിലാണ് അവാർഡുകൾ നൽകിയത്. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നിർബന്ധിത ഉച്ചവിശ്രമം അനുവദിച്ച് ഒമാൻ. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഒമാൻ തൊഴിൽ മന്ത്രാലയം ഇതിനായുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ രാജ്യത്ത് ആരംഭിച്ചു. ചൂട് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണം സംബന്ധിച്ച നിർദ്ദേശങ്ങളുമാണ് ബോധവൽക്കരണ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കനത്ത ചൂടാണ് ഒമാനിൽ പലയിടങ്ങളിലും രേഖപ്പെടുത്തുന്നത്. മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ പലയിടങ്ങളിലും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഖുറിയാത്തിൽ 48.6 ഡിഗ്രി സെൽഷ്യസാണ് താപനില. റോമിൽ നടന്ന പോപ്പ് ലിയോ 14 സ്ഥാനാരോഹണ ചടങ്ങിൽ UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ പ്രതിനിധീകരിച്ച് സുപ്രീം കൗൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ
സഗർ അൽ ഖാസിമി പങ്കെടുത്തു. സമാധാനം, സഹവർത്തിത്വം, സാംസ്കാരിക സംവാദം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലിയോ പാപ്പ വിജയിക്കട്ടെ എന്ന് ഷെയ്ഖ് സൗദ് ആശംസിച്ചു. മാനുഷിക ദൗത്യങ്ങളോടുള്ള പ്രതിബദ്ധതയും ആഗോളതലത്തിൽ സമാധാനം, സഹവർത്തിത്വം, സഹിഷ്ണുത എന്നിവ ഏകീകരിക്കുന്നതിന് പോപ്പ് ലിയോയോടൊപ്പം പ്രവർത്തിക്കാൻ UAE പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1,25,000 പ്രവാസികളുടെ മേൽ വിലാസം സർക്കാർ സിസ്റ്റത്തിൽ നിന്നും നീക്കം ചെയ്തു. വ്യാജ മേൽവിലാസമായിരുന്നു ഇവർ സർക്കാരിന് നൽകിയിരുന്നത് എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി. സിവിൽ ID കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിലാസവും കാർഡ് ഉടമ താമസിക്കുന്ന യഥാർത്ഥ വിലാസവും ഒന്നായിരിക്കണമെന്ന വ്യവസ്ഥ അധികൃതർ കർശനമാക്കിയതോടനുബന്ധിച്ച് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ച് വിലാസം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പ്രവാസികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇവ പാലിക്കാത്ത സിവിൽ ID കാർഡ് ഉടമകളുടെ വിലാസം സിസ്റ്റത്തിൽ നിന്നും നീക്കം ചെയ്തത്. കിങ് സൽമാൻ ഹജ്ജ് ഉംറ സിയാറത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ആതിഥേയത്വത്തിൽ ഫലസ്തീനിൽ നിന്നും 1000 പേർക്ക് ഇത്തവണ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം. ഇസ്രായേൽ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചവരുടെയും ഗുരുതരമായി പരിക്കേറ്റവരുടെയും ഇസ്രായേൽ ജയിലുകളിൽ തടങ്കലിൽ കഴിയുന്നവരുടെയും ബന്ധുക്കൾക്കാണ് രാജാവിന്റെ ആതിഥേയത്വത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ഒരുക്കുന്നത്. സൗദിയിൽ 8 വിഭാഗം സ്ഥാപനങ്ങളിൽ പ്രവൃത്തി സമയത്ത് സിവിൽ സെക്യൂരിറ്റി ഗാർഡുകളെ നിയമിക്കൽ ആഭ്യന്തര മന്ത്രാലയം നിർബന്ധമാക്കി. സ്വകാര്യ ഇന്റർനാഷണൽ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ, വിവാഹ ഹാളുകൾ, സ്വകാര്യ ക്ലിനിക്കുകൾ, മെഡിക്കൽ സെന്ററുകൾ, മെഡിക്കൽ കോംപ്ലക്സുകൾ, എക്സിബിഷനുകളും സമ്മേളനങ്ങളും നടക്കുന്ന സമയത്ത് 1000 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള റെസ്റ്റോറന്റുകൾ, ലേഡീസ് ജിമ്മുകൾ, 2000 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള ഹൈപ്പർ മാർക്കറ്റുകളും പലചരക്ക് കടകളും ഹജ്ജ് കാലയളവിൽ തമ്പുകൾ പ്രവൃത്തി സമയത്ത് സിവിൽ സെക്യൂരിറ്റി സേവനം നിർബന്ധമാക്കിയിരിക്കുന്നു. കുവൈറ്റിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ചെസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് തൊറാസിക് സർജൻ ഡോക്ടർ ഈസ അൽ ഖാനി 6 മാസത്തിലേറെയായി ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരികയാണെന്നും ഈ സ്വപ്നം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. തൊറാസിക് സർജന്മാർക്ക് പുറമെ ഇന്റേണിസ്റ്റുകൾ, ചെസ്റ്റ് ഫിസിഷ്യന്മാർ, ഫിസിക്കൽ തെറാപ്പിസ്റ്റുകൾ തുടങ്ങിയ നിരവധി സ്പെഷ്യാലിറ്റികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യത്ത് വെച്ച് ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് തുടർ ചികിത്സയടക്കം $1 ലക്ഷം മുതൽ $2 ദശലക്ഷം വരെയാണ് ചിലവ്. എന്നാൽ കുവൈറ്റിൽ വെച്ച് ഈ ശസ്ത്രക്രിയ നടത്തുന്നതിനും രോഗിയുടെ ആജീവനാന്ത കാലത്തെ പരിചരണത്തിനും പരമാവധി $1 ലക്ഷം മാത്രമാണ് ചെലവ് വരിക എന്നാണ് കണക്കാക്കുന്നത്. 10 രോഗികളിൽ ശസ്ത്രക്രിയ നടത്തുവാനാണ് ഇപ്പോൾ പദ്ധതിയെന്നും അദ്ദേഹം അറിയിച്ചു. ജിദ്ദ ഏർനാട് മണ്ഡലം KMCC ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജിദ്ദയിലെ പ്രശസ്ത ഡോക്ടർ മധു പാലക്കൽ ക്ലാസ് എടുത്തു. പോസ്ട്രേറ്റ്, കിഡ്നി, കരൾ തുടങ്ങിയ വിഷയങ്ങൾ, പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം ക്ലാസ് എടുത്തു. അബീർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജിദ്ദ ഏർനാട് മണ്ഡലം KMCC സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർ മധു പാലക്കൽ ക്ലാസ് എടുത്തു. യൂറോളജിസ്റ്റ് കൂടിയായ മധു പോസ്ട്രേറ്റ്, കിഡ്നി, കരൾ തുടങ്ങിയ വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് സംസാരിച്ചു. പോസ്ട്രേറ്റ് ക്യാൻസർ ശ്രദ്ധിക്കാതെ പോകുന്ന അപകടമാണെന്നും എന്നാൽ നേരത്തെ അറിഞ്ഞാൽ പൂർണ്ണമായും സുഖപ്പെടുത്താമെന്നും മധു വ്യക്തമാക്കി. അപ്പോൾ ആ ടെസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, PSA ടെസ്റ്റ്. മനസ്സിലായില്ലേ? PSA ടെസ്റ്റ് ചെയ്ത് ക്യാൻസറാണ് കണ്ടുപിടിച്ച എന്താ ഗുണം എന്താ? നമുക്ക് എത്രയും നേരത്തെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിച്ചാൽ 100% പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിക്കാൻ പറ്റും. പരിപാടിയിൽ അബീർ ജിദ്ദ കേരള പൗരവാലിയുടെ പ്രിവിലേജ് കാർഡ് വിതരണം നടന്നു. കാർഡ് ഉപയോഗിക്കുന്നതിനെപ്പറ്റി കബീർ കൊണ്ടോട്ടി വിശദീകരിച്ചു. അലി തേക്കിൻതോട്, ഹിഫ്സുറഹ്മാൻ എന്നിവർ കാർഡ് വിതരണത്തിൽ പങ്കാളികളായി. സുൽഫിഖർ അധ്യക്ഷത വഹിച്ചു. ബക്രക്ക പറമ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൊയ്തീൻകുട്ടി കാവനൂർ, സുനീറക്ക പറമ്പ് എന്നിവർ നേതൃത്വം നൽകി. സുൽഫിഖറോദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിന് ജൂൺ മാസം ആദ്യം മുതൽ വിലക്ക് ഏർപ്പെടുത്തും. ഉച്ചസമയം 11 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് തുറന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളെ ജോലിക്ക് നിയോഗിക്കുന്നതിന് നിരോധനം. ജൂൺ ആദ്യം മുതൽ ഓഗസ്റ്റ് അവസാനം വരെ ജോലി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കാൻ മാൻപവർ അതോറിറ്റി പരിശോധനാ ടീമുകളെ തയ്യാറാക്കുകയാണ്. നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാനും രേഖപ്പെടുത്താനും നിയമ നടപടി സ്വീകരിക്കാനും ബന്ധപ്പെട്ടവർ ജോലി സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തും. ഈ കാലയളവിലെ കഠിനമായ ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുകയാണ് ഉച്ചജോലി വിലക്കിന്റെ ലക്ഷ്യമെന്ന് മാൻപവർ അതോറിറ്റി അറിയിച്ചു.
കുവൈറ്റിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1,20,500 പ്രവാസികളുടെ മേൽവിലാസം സർക്കാർ സിസ്റ്റത്തിൽ നിന്നും നീക്കം ചെയ്തു. വ്യാജ മേൽവിലാസമായിരുന്നു ഇവർ സർക്കാരിന് നൽകിയിരുന്നതെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി. സിവിൽ ID കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിലാസവും കാർഡ് ഉടമ താമസിക്കുന്ന യഥാർത്ഥ വിലാസവും ഒന്നായിരിക്കണമെന്ന വ്യവസ്ഥ അധികൃതർ കർശനമാക്കിയതോടനുബന്ധിച്ച് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ച് വിലാസം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പ്രവാസികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇവ പാലിക്കാത്ത സിവിൽ ID കാർഡ് ഉടമകളുടെ വിലാസം സിസ്റ്റത്തിൽ നിന്നും നീക്കം ചെയ്തത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. മാല മോഷ്ടിച്ചെന്ന കള്ളപ്പരാതിയിൽ ബിന്ദുവിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. പേരൂർക്കട SI പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആരോപണം ഉന്നയിച്ച മുഴുവൻ പേർക്കെതിരെയും നടപടി വേണമെന്നും വീട്ടുടമയായ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും കുടുംബം അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ബിന്ദു ഉയർത്തിയത്. അതിനിടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചു. പ്രതിപക്ഷം ഉൾപ്പെടെ ബിന്ദുവിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സർക്കാർ മുഖം രക്ഷിക്കാനുള്ള നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബിന്ദു ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാൾ മാത്രമാണ് SI പ്രസാദ്. ആരോപണം ഉന്നയിച്ച മറ്റുള്ളവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്ന് ബിന്ദുവും കുടുംബവും ആവശ്യപ്പെട്ടു. അതേസമയം വ്യാജ പരാതി നൽകിയ ബിന്ദു ജോലി ചെയ്തിരുന്ന വീട്ടുടമയായ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. ഓമന ഡാനിയലിന്റെ പേരിൽ കേസ് കൊടുക്കും. ഓമന ഡാനിയൽ മക്കളുടെ പേരിൽ കേസ് ഉടനെ തന്നെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും. നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഉറപ്പായിട്ടും എനിക്ക് കിട്ടും, നീതി കിട്ടും. എൻ്റെ ഭാര്യ ഏറ്റവും കൂടുതൽ ഈ റാങ്കിങ് ചെയ്യും പോലെയല്ലേ ചോദ്യങ്ങളായിരുന്നത്. അപ്പോൾ അതിലൊരു പോലീസുകാർ, 2 പോലീസുകാരെന്ന് പറഞ്ഞ ഒരു പ്രസन्न എന്ന് പറയുന്നത്, പിന്നെ വേറെ ഒരു പോലീസുകാരെ അവരെയും കൊണ്ട് 2 പേരെ പുറത്താക്കിയിട്ട് പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ നേരെ കേസ് കൊടുത്ത് ഓമന ഡാനിയൽ എന്ന് പറയുന്നത് അവരെ മക്കളെ പേർക്കും പിന്നീടുള്ള കേസ് നമ്മൾ കൊടുത്തു. ബിന്ദുവിനും കുടുംബത്തിനും പൂർണ്ണ പിന്തുണ എന്നും SIയെ സസ്പെൻഡ് ചെയ്ത നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും KPCC സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA പ്രതികരിച്ചു. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് പോലീസിൽ നിന്നുണ്ടായ വലിയ നീതി നിഷേധത്തിൻ്റെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥയാണ് നമ്മൾ നേരിട്ട് ബിന്ദുവിൽ നിന്ന് തന്നെ ഇവിടെ കേൾക്കാനിടയായത്. സത്യസന്ധമായൊരു അന്വേഷണം വേണം. ഇവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം കൊടുക്കണം. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ബിന്ദുവിന് കൊടുക്കുകയാണ്. സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണെന്നും പിണറായി സർക്കാരിന്റെ കാലത്ത് ദളിതർക്ക് നീതി ലഭിക്കുന്ന കാര്യം കഷ്ടമാണെന്നും കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. ഈ യുവതിയും കുടുംബവും അനുഭവിച്ച മാനസിക വ്യഥയ്ക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണം. പിന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദളിതർക്കും സ്ത്രീകൾക്കും ഒക്കെ നീതി കിട്ടുമെന്ന് വിശ്വസിച്ചാൽ നമ്മളൊക്കെ മണ്ടന്മാർ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ബിന്ദു ഉന്നയിച്ചത്. അതിലുള്ള നടപടി എന്താകുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാല മോഷ്ടിച്ചു എന്ന കള്ളപ്പരാതിയുടെ പേരിൽ ദളിത് യുവതിയെ അറസ്റ്റ് ചെയ്ത് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന DYSP അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നാണ് ഉത്തരവ്. ബിന്ദുവിന്റെ മൊഴി വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യത്തിൽ എടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ, ജനറൽ ഡയറി, FIR ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് അന്വേഷണം നടത്താനും കമ്മീഷൻ ഉത്തരവിട്ടു. തിരുവനന്തപുരം നെടുമങ്ങാട് മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവതിയോട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിൽ പ്രതികരണവുമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏതായാലും നമ്മുടെ ഈ തദ്ദേശീയ ജനവിഭാഗത്തെ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് മിനിസ്റ്റർ നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന 6 ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു. 3 വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. വൻ ദുരന്തമാണ് ഒഴിവായത്. ദേശീയപാത 66 ഗതാഗതം തടസ്സപ്പെട്ടു.
ദേശീയപാത 66 കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. 40 അടിയോളം ഉയരത്തിലുള്ള 6 വരിപ്പാത ഇടിഞ്ഞ് താഴ്ചയിലുള്ള സർവീസ് റോഡിലേക്ക് മണ്ണും കോൺക്രീറ്റ് കട്ടകളും വീഴുകയായിരുന്നു. 3 കാറുകളുടെ മുകളിലേക്കാണ് റോഡ് ഇടിഞ്ഞു വീണത്. എന്നാൽ ആർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല. സർവീസ് റോഡും ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. റോഡ് പലയിടത്തും പിളർന്ന അവസ്ഥയിലാണ്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലുണ്ടായ അപകടത്തിൽ വൻ ദുരന്തമൊഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന JCBയും അപകടത്തിൽപ്പെട്ടു. റോഡ് നിർമ്മാണത്തിൽ ഗുരുതരമായ പിഴവുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രതിഷേധിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മഴ ശക്തമായാൽ എന്തായിരിക്കുമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. അമൃത ന്യൂസ്, മലപ്പുറം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതി ശുപാർശ ചെയ്ത അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശവുമായി സുപ്രീം കോടതി. കേരളത്തിലെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മരം മുറിക്ക് അനുമതി നൽകിയ കോടതി ഗ്രൗട്ടിങ്ങിന് തൽക്കാലം അനുമതി നൽകിയില്ല. മുല്ലപ്പെരിയാറിൽ അപകട സാധ്യത മുൻനിർത്തി പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. എന്നാൽ അപകട സാധ്യതയില്ലെന്ന് മരം മുറിയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ വാക്കാൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ്. ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരം മുറിക്കാൻ അനുമതി തേടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം കേന്ദ്രത്തിന് അയക്കണമെന്നും 3 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നുമാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ സമാനമായ നിലയിൽ മരം മുറിക്കാൻ കേരളം നൽകിയ അനുമതികൾ കേരളത്തിന് തന്നെ തിരിച്ചടിയായിരുന്നു. വലിയ രാഷ്ട്രീയ വിവാദമായതോടെ നിർദ്ദേശം പിൻവലിച്ചിരുന്നു. ഇതോടെയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ കേസിലാണ് ഇപ്പോൾ 3 വർഷത്തോളം പിന്നിട്ട ശേഷം സുപ്രീം കോടതി ഉത്തരവിട്ടത്. അതേസമയം അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്കുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം അംഗീകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. പണി നടക്കുന്ന സ്ഥലത്ത് കേരളം റോഡ് നിർമ്മിക്കണമെന്നും ചെലവ് തമിഴ്നാട് വഹിക്കണമെന്നും കോടതി പറഞ്ഞു. ഒരു ബോട്ട് കൂടി അനുവദിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അംഗീകരിക്കണം. ഗ്രൗട്ടിംഗ് സംബന്ധിച്ച തീരുമാനം മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി വിട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത TV. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഡാമിന്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് കോടതി പരിഗണിച്ചത്. പുതിയ ഡാം എന്ന ആശയത്തിൽ കേരളം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തമിഴ്നാടിന് ആവശ്യമായ ജലവും ഉറപ്പാക്കും. മരമുറിക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ്. കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ മന്ത്രാലയത്തെ അറിയിക്കുമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി കൺസേണിൽ ഒരു പുതിയ ഡാം ഉണ്ടാകുക എന്നുള്ള സംസ്ഥാനത്തിൻ്റെ താല്പര്യം എന്നും ആവർത്തിച്ച സുപ്രീം കോടതിയെയും സൂപ്പർവിഷൻ കമ്മിറ്റിയെയും തമിഴ്നാടിനെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അത് തമിഴ്നാടിന് ജലം നിഷേധിച്ചുകൊണ്ടല്ല, തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെയാണ് അക്കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊന്നും മാറ്റമില്ല. ഇതിപ്പോൾ ഡോർമെട്രിയുടെ നിർമ്മാണത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, ഡോർമെട്രി അതിനാണ് 2 കുട്ടികൾ ഒരുമിച്ച് ജോയിൻറ്റ് ഇൻസ്പെക്ടർ എത്താൻ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ലോകത്തുള്ള എല്ലാ അഭയാർത്ഥികൾക്കും അഭയം നൽകാൻ ഇന്ത്യ ധർമ്മശാലയല്ലെന്ന് സുപ്രീം കോടതി. ഇന്ത്യയിൽ അഭയം നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രീലങ്കയിൽ നിന്നുമുള്ള തമിഴ് പൗരൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളാകാൻ എത്തുന്നവർക്ക് അഭയം നൽകാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന നിരീക്ഷണം. ഇന്ത്യ ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ധർമ്മശാലയല്ല എന്നും കോടതി പറഞ്ഞു. നിരോധിത സംഘടനയായ LTTയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് 2015 അറസ്റ്റിലായ ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് പൗരന്റെ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. UAPA പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ 2018 വിചാരണ കോടതി 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. 2022 മദ്രാസ് ഹൈക്കോടതി ശിക്ഷ 7 വർഷമായി വെട്ടിക്കുറച്ചു. എന്നാൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിട്ടുപോകണമെന്നും അതുവരെ ഡീപ്പോർട്ടേഷൻ ക്യാമ്പിൽ കഴിയണമെന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ത്യയിൽ താമസിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഭാര്യയും മക്കളും ഇന്ത്യയിലാണെന്നും ശ്രീലങ്കയിൽ താമസിക്കാൻ സാധിക്കില്ലെന്നും ഹർജിക്കാരൻ വാദിച്ചു. എന്നാൽ സ്ഥിരതാമസമാക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന് കോടതി ചോദിച്ചു. ആർട്ടിക്കിൾ 19 പ്രകാരം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാനുള്ള മൗലികാവകാശം പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ എന്ന് ജസ്റ്റിസ് ദത്ത കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സൈന്യം. പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും തകർക്കുന്നതിന്റെ കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ തകർത്തതിന്റെ കൂടുതൽ വ്യക്തതയുള്ള ഉപഗ്രഹ ദൃശ്യവും സൈന്യം പുറത്തുവിട്ട വീഡിയോയിലുണ്ട്. കരസേനയുടെ വെസ്റ്റേൺ കമാൻഡാണ് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ മാസം 9-ാം തീയതി മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളെന്ന പേരിലാണ് ഇവ പങ്കുവച്ചത്. കേണൽ സോഫിയ ഖുറേഷി അധിക്ഷേപിച്ച മധ്യപ്രദേശ് BJP മന്ത്രി കുൻവർ വിജയ് ഷായുടെ അറസ്റ്റ് സുപ്രീംകോടതി തൽക്കാലത്തേക്ക് തടഞ്ഞു. വിഷയത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി. നാളെ രാത്രി 10 മണിക്ക് മുൻപ് 3 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ മധ്യപ്രദേശ് DGPക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം SITയെ നയിക്കുക. അതിൽ 3 പേരിൽ ഒരാൾ വനിതാ IPS ഓഫീസറായിരിക്കണം. അന്വേഷണ വിവരങ്ങൾ റിപ്പോർട്ടായി SIT കോടതിക്ക് സമർപ്പിക്കണം. വിജയ് ഷാ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ മന്ത്രി വിജയ് ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീംകോടതി നടത്തിയത്. മന്ത്രിയുടെ ഖേദപ്രകടനം സ്വീകാര്യമല്ല എന്നും കോടതി വ്യക്തമാക്കി. പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ബംഗളൂരുവിൽ കനത്ത മഴ. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. സിൽക്ക് ബോർഡ്, ബൊമ്മനഹള്ളി തുടങ്ങിയ പ്രധാന ജംഗ്ഷനുകളും വെള്ളത്തിനടിയിലായി. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ മഴയാണ് ബംഗളൂരുവിൽ പെയ്തത്. അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ ബംഗളൂരുവിലെ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായതിനാൽ ബംഗളൂരു സിറ്റി പോലീസും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെസ്സി കേരളത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ. ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ ചർച്ചകളാണ്. വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല. ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ മെസ്സി കേരളത്തിലെത്തും. എതിർ ടീമിനെ സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയമാണ്. ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായുള്ള വിവാദമാണ്. മെസ്സിയെ പോലുള്ള ലെജൻഡുകൾ കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ വരും. അതിനാവശ്യമായി കളിക്കാനുള്ള സ്ഥലവും നമുക്കുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമുണ്ട്. 80,000 ആളുകളെ ഇരുത്താൻ പറ്റിയ സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ചർച്ചകളുടെ ആവശ്യമില്ല. അത് സമയം പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബറിൽ കൃത്യമായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ദിവസം അവരെത്തും. ഏഷ്യ കപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറും. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ BCCI തീരുമാനമറിയിച്ചു. സെപ്റ്റംബറിൽ ഇന്ത്യ വേദിയാകേണ്ട ഏഷ്യ കപ്പിൽ നിന്നുമാണ് പിന്മാറിയത്. പാകിസ്ഥാൻ ക്രിക്കറ്റിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് BCCIയുടെ നീക്കമെന്നാണ് സൂചന. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയാണ് ACC ചെയർമാൻ. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന വനിതാ എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പിൽ നിന്നും ഇന്ത്യൻ ടീമുകൾ പിന്മാറുന്ന കാര്യം ICCയെ BCCI അറിയിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.